ഇനി കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തുമ്പോൾ എങ്ങനെയാകുമെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഒറ്റവാക്കിൽ ചുരുക്കി പറയുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ കാലയളവിൽ ഘോരം പ്രസംഗിച്ച നേതാവ് നിയമസഭയിൽ ഇനി നിശബ്ദനാകും. എങ്ങനെയാണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് രാഹുൽ ഇനി നഷ്ടമാകാൻ പോകുന്ന അവസരങ്ങൾ എന്നുൾപ്പെടെയുള്ളവയാണ് നമ്മളിതാ പരിശോധിക്കാൻ പോകുന്നത്. ഏറ്റവും ആദ്യ ഘട്ടത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ നിയമസഭയിൽ നിശബ്ദരാകുമെന്ന് നമുക്ക് ചുരുക്കി പറയാം. അടുത്ത നിയമസഭാ സമ്മേളനം നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 15-നാണ് സഭാ സമ്മേളനത്തിന് തുടക്കമാവുക. മറ്റ് എല്ലാ MLA-മാരെ പോലെയും ജനപ്രതിനിധികളെ പോലെയും രാഹുൽ മാങ്കൂട്ടത്തിനും സാങ്കേതികമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാകും. പക്ഷേ നിലവിൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെട്ടതോടെ അദ്ദേഹത്തിന് പാർലമെന്ററി പാർട്ടി അംഗത്വം നഷ്ടമായിരിക്കുന്നു. ഇത് പാർലമെന്ററി പാർട്ടി നേതാവ് തന്നെ ഇക്കാര്യം സ്പീക്കറെ അറിയിക്കും. പിന്നാലെയാണ് നടപടി ഉണ്ടാവുക. ആ നടപടികളുടെ ആദ്യഘട്ടം എന്നോണം നിയമസഭയിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഘോരം സംസാരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി 1 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാനാകില്ല എന്നുള്ളതാണ് സാങ്കേതികമായി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത്. ഓരോ പാർട്ടിക്കുമാണ് ഈ സമയം വീതിച്ച് നൽകുക. അപ്പോൾ പാർട്ടിയാണ് അവിടെ പരിഗണന, അല്ലെങ്കിൽ മാനദണ്ഡം പാർട്ടിക്കാണ്, പാർട്ടിയുടെ പരിഗണനയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും രാഹുലിന് ഇനി കോൺഗ്രസിന്റെ പരിഗണന ഉണ്ടാകില്ല. അപ്പോൾ തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം 1 മിനിറ്റ് സമയമായി ചുരുങ്ങും. ഇനി സ്പീക്കറുടെ വിവേചനാധികാരത്തിൽ പെടുമെന്നുള്ളതാണ് അതും. അതായത് സ്പീക്കറിന് തീരുമാനിക്കാം ഇങ്ങനെ ഒരാൾക്ക് സംസാരിക്കാൻ എന്ത് അവസരം കൊടുക്കണം, എത്ര സമയം കൊടുക്കണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്പീക്കറിന് തീരുമാനിക്കാം. ശ്രദ്ധ ക്ഷണിക്കൽ ഉൾപ്പെടെയുള്ള അവസരങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി ഉണ്ടാകില്ല. സബ്മിഷൻ അവതരിപ്പിക്കാനുള്ള സാധ്യതയും കുറവാണ്. അതായത് നമുക്ക് ഏറ്റവും ചുരുക്കി പറയുകയാണെങ്കിൽ നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹം MLA ആയിട്ടുണ്ടാകുമെന്നുള്ളത് മാത്രമാണ്. വളരെ നാമമാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ നിയമസഭയിലെ പങ്കാളിത്തം എന്നുള്ളതാണ്. ഇനി നോക്കൂ, ഇരിപ്പിടം, അതാണ് ഏറ്റവും പ്രധാന കാര്യം. കോൺഗ്രസിൽ നിന്നും അദ്ദേഹം സസ്പെൻഡ് ചെയ്യപ്പെടുന്നതോടെ അദ്ദേഹത്തിന്റെ ഇരിപ്പിടം ഇനി പ്രത്യേക ഇടത്തേക്ക് മാറുകയാണ്. സ്വതന്ത്ര MLA-മാർ ഉൾപ്പെടെ ഇരിക്കുന്നത് പോലെ ഒരു ഒറ്റപ്പെട്ട ബ്ലോക്കിലേക്ക് അദ്ദേഹത്തിന്റെ ഇരിപ്പിടം മാറ്റുകയും ചെയ്യും എന്നുള്ളതാണ് അതിലെ മറ്റൊരു ഘട്ടം ഇനി നടക്കാൻ പോകുന്നത്. അതായത് നിലവിൽ തന്നെ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ ഏകനായി ഇരിപ്പിടം ഒരുക്കേണ്ടി വന്നിരിക്കുന്നത് PV അൻവറിനായിരുന്നു. അദ്ദേഹം CPM-ൽ നിന്നും രാജിവെക്കുന്ന സാഹചര്യമൊക്കെ പുറത്താക്കുന്ന സാഹചര്യം ഉൾപ്പെടെ ഉണ്ടായ ഘട്ടത്തിൽ MV രാഘവൻ ബദൽ രേഖ അവതരിപ്പിച്ച സമയത്ത് MV രാഘവൻ ഉൾപ്പെടെയുള്ള നേതാക്കളും ഇത്തരത്തിലേക്കുള്ള നടപടി നേരിട്ടവരാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രമാത്രമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയും MLA ആയി തന്നെ അദ്ദേഹത്തിന് തുടരുക ചെയ്യാം. സാങ്കേതികമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടാകും. പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളിലും സംസാരിക്കാനുള്ള അവസരം ഉൾപ്പെടെയുള്ളവയ്ക്ക് സമയക്കുറവുണ്ടാകും. പാലക്കാട്ടുകാരെ സംബന്ധിച്ചിടത്തോളമാണ് അതിൽ നഷ്ടമുണ്ടാവുക. പാലക്കാട്ടെ ജനകീയ വിഷയങ്ങൾ അത് നിയമസഭയിൽ അവതരിപ്പിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി സാധ്യമല്ല എന്നുള്ളതാണ്. സാധാരണ സസ്പെൻഷൻ കാലാവധി കോൺഗ്രസ് സസ്പെൻഡ് ചെയ്യുമ്പോൾ 6 മാസത്തേക്കാണ്. ഗുരുതര ആരോപണങ്ങൾ ഉയർന്ന രാഹുലിന്റെ കാര്യത്തിൽ ഇതുവരെയും മാസം എത്ര എന്ന് പറഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ഒന്നെങ്കിൽ ഉയർന്നു വന്ന ആരോപണങ്ങളിലെല്ലാം താൻ നിരപരാധി എന്ന് തെളിയിച്ചുകൊണ്ട് രാഹുലിന് 1 മാസം കൊണ്ട് തിരികെ വരാം, അല്ലെങ്കിൽ കാലാകാലം കോൺഗ്രസിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താക്കപ്പെടാം.